ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 18, ഒന്നാമത്തെ വായനാ ഭാഗം, ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ലേവ്യൻ്റെ ഭാര്യയെ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ വേദനയുടെയും പ്രതികാരത്തിൻ്റെയും ഒക്കെ ഫലമെന്നോണം ആ ലേവ്യൻ ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ 12 ഖണ്ഡമാക്കി വെട്ടി ഇസ്രായേൽ ഗോത്രങ്ങൾ 12ലേക്ക് അയച്ചു കൊടുത്തതാണ്. അവരത് കണ്ടു. ഇതുവരെ ഇസ്രായേലിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ കാരണം അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അതാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അത് പുറപ്പെട്ട് അവരേക മനസ്സോടെ മിസ്പായിൽ യഹോവയുടെ സന്നിധിയിൽ ഒന്നിച്ചുകൂടി. സകല ഗോത്രങ്ങളും അവരുടെ പ്രധാനികളും എല്ലാം വന്നു. ആയുധപാണികൾ 4 ലക്ഷം കാലാള് വന്നുകൂടി. അവർ ഈ പറഞ്ഞ ഈ ലേവ്യനെ കണ്ടെത്തി ലേവ്യനോട് കാര്യങ്ങൾ ചോദിച്ചു. ലേവ്യൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ലേവ്യൻ പറഞ്ഞു, ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവിൻ. അപ്പോൾ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത്, നമ്മിൽ ആരും തൻ്റെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരിയുകയും വരുത്. നാം ഇപ്പോൾ ഗിബയോട് ചെയ്യേണ്ടുന്ന കാര്യമാവിത്. അത് നാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ദൈവസന്നിധിയിൽ ചീട്ടിട്ടിട്ട് ദൈവം പറയുന്ന പോലെ നമുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഗിബയിൽ അവർക്ക് പിന്നെ ആഹാരമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി 10-ൽ ഒരാൾ, 100-ൽ ഒരാൾ, 100-ൽ 10 പേര്, 1000-ൽ 100 പേര്, ഇങ്ങനെയൊക്കെ വേർതിരിച്ചു. പിന്നെ അവർ ചെയ്തൊരു കാര്യം, ബെന്യാമീൻ ഗോത്രത്തിന് ആളയച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വഷളത്വം നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഒരു അശുദ്ധിയാണ്, അല്ലെങ്കിൽ ഒരു പാപമാണ്, ഇസ്രായേലിൻ്റെ ദോഷമാണ്. അത് നീക്കിക്കളയേണ്ടതിന് ആ പാതകം ചെയ്തവരെ ഏൽപ്പിക്കണം. അവരെ കുറച്ച് പേരേ ഉള്ളൂ. അവരെ കൊല്ലുക വഴി ഇസ്രായേലിനാകെ വന്നിരിക്കുന്ന ദോഷം നീങ്ങിപ്പോകും. അതുകൊണ്ട് ആ നീചന്മാരെ ഞങ്ങൾ കൊല്ലേണ്ടതിന് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. അവരാണെങ്കിൽ ഏൽപ്പിക്കുന്നില്ല. മറിച്ച് അവരെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുകയാണ് കാണുന്നത്. അപ്പം അങ്ങനെ അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. മറ്റു നിവൃത്തിയില്ല. അവസാനം ആരാണ് മുമ്പനായി ചെല്ലട്ടെ എന്ന് ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, യഹൂദ മുമ്പോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദയിൽ നിന്ന് സൈന്യം പുറപ്പെട്ടു പോയി. പക്ഷേ ഇസ്രായേൽ ഈ 20,000 പേര് ബെന്യാമീന്യർ അന്ന് സംഹരിച്ചു. അപ്പോൾ ഒന്നാമത്തെ ദിവസം അങ്ങനെ ഒരു പരാജയമാണ് ഉണ്ടാകുന്നത്. 22,000 പേർ മരിക്കുന്ന ഒരു സംഹാരം നടക്കുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് സന്ധ്യ വരെ കഴിഞ്ഞു. അപ്പോൾ പോയത് ശരിയായില്ലെന്നോ അല്ലെങ്കിൽ ദൈവം അത് അനുവദിച്ചതല്ല എന്നൊക്കെ ആയിരിക്കും അന്നത്തെ ചിന്ത. അപ്പോൾ അവിടെ ചെന്ന് ദൈവത്തോട് കരഞ്ഞു, ദൈവത്തോട് ചോദിച്ചു, ഞങ്ങൾ ഇനിയും പോകണമോ എന്ന് ചോദിച്ചു. പോകാൻ പറയുന്നു. രണ്ടാമത്തെ ദിവസവും വീണ്ടും പടയ്ക്ക് പുറപ്പെട്ടു. അന്നും ഇതേപോലെ തന്നെ 18,000 പേരെ അവർ സംഹരിച്ചു. അവരെല്ലാവരും യോദ്ധാക്കളായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ബഥേലിലേക്ക് കയറി ചെന്ന് അവിടെ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് സന്ധ്യ വരെ ഉപവസിച്ചു. സമാധാനയാഗങ്ങളും ഹോമയാഗങ്ങളും ഒക്കെ ദൈവത്തിന് അർപ്പിക്കുകയാണ്. എന്നിട്ട് ദൈവത്തോട് വീണ്ടും ചോദിക്കുകയാണ്, ഇത് ഞങ്ങൾ പോകേണ്ടതാണോ എന്ന്, അതോ ഒഴിഞ്ഞു കളഞ്ഞ് തിരിച്ചു പോകട്ടെയോ എന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്. അപ്പം ദൈവം വീണ്ടും മറുപടി പറയുന്നു, നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ അരുളിച്ചെയ്തു. അങ്ങനെ ഇസ്രായേലർ ഗിബയ്ക്ക് ചുറ്റും പതിയിരിപ്പുകാരെയാക്കി പുതിയ തന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കി. ആ തന്ത്രപ്രകാരം അവർ പതിയിരിപ്പുകാരെയാക്കുന്നു. പിന്നെ ചില ഐഡിയാസൊക്കെ കൊടുക്കുന്നു. അവരെ സംഗതി ശരിയായി വരുമ്പോഴത്തേക്ക് അവിടുന്ന് അവരെ വഴികളിലേക്ക് കൊണ്ടുവരണം. വഴികളിലേക്ക് പല വഴികളിലേക്ക് അവരെ കൊണ്ടുവരണം. അവർ ചിതറിക്കണം. ആ സമയത്ത് പതിയിരിപ്പുകാർ പട്ടണത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ അവരെല്ലാവരും പതിയിരിപ്പുകാർ പട്ടണത്തിനകത്ത് കയറണം. പട്ടണം തീ വെച്ച് നശിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ബെന്യാമീനർ 25,100 പേര് ആദ്യം മരിക്കുന്നു. ശേഷം ബെന്യാമീനിൽ 18,000 പേർ മരിക്കുന്നു. അങ്ങനെ പിന്നെ 2,000 പേര്, 5,000 പേര്, 600 പേര്, ഇങ്ങനെയൊക്കെ ആളുകൾ മരിക്കുകയാണ്.
അപ്പോൾ എല്ലാവരും വായ്ത്തലയാസം. അതിനിടയ്ക്ക് ഇവർ പട്ടണത്തിൻ്റെ വഴികളിൽ, പുറത്തേക്കുള്ള വഴികളിലേക്ക് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പം പട്ടണത്തിൽ നിന്ന് വലിയ പുക ഇങ്ങനെ മേളിലേക്ക് പൊങ്ങുന്ന കണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ പിടിക്കപ്പെട്ടു, ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലായി, അവസാനമായി എന്നൊക്കെയും കണ്ടു. അവരവസാനം അവിടെ നിന്ന് ഓടി. അവർ 600 പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ രിമ്മോൻ പാറ വരെ ഓടി അവിടെ 4 മാസം പാർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇസ്രായേല്യർ പിന്നെയും ബെന്യാമിന്റെ നേരെ തിരിഞ്ഞ് ഓരോ പട്ടണം മുഴുവനും മൃഗങ്ങളെയും കണ്ട സകലത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവർ കണ്ട എല്ലാ പട്ടണങ്ങളെയും തീവെച്ച് ചുട്ടുകളഞ്ഞു. അങ്ങനെ ഒരു മഹാസംഹാരം നടന്നു. നമ്മൾ വായിക്കുന്നത് 600 പേർ രക്ഷപ്പെട്ടു പോയി എന്നാണ്. ഈ 600 പേരെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം പറയുന്നു എന്നുള്ളത് നമുക്ക് നാളത്തെ വായനയിൽ അന്വേഷിക്കാം. രണ്ടാമത്തെ വായന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം. 41-ാമത്തെ അധ്യായത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കഷ്ടത്തെ സംബന്ധിച്ചും ശിക്ഷയെ സംബന്ധിച്ചും, എന്നാൽ അതിന് ശേഷം നടക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതലിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ വായിച്ചു. ഇപ്പം 42-ാം അധ്യായത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഇപ്പോൾ യെരൂശലേമിന് സദ്വാർത്ത ദൂരെ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ 41-ൻ്റെ അവസാനം. ഇവിടെ എൻ്റെ തുടർച്ചയായിട്ട് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വ്രതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നെ കാക്കും. നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു. അത് ഉത്ഭവിക്കുവാൻ മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. പണ്ട് പ്രസ്താവിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതിനു മുമ്പ് പറഞ്ഞാൽ നീ മുഖാന്തരം നിൻ്റെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ സന്തതി ഏതെന്നുള്ളത് അന്ന് ഇസ്ഹാക്കാണ് അദ്ദേഹത്തിൻ്റെ സന്തതി. ആ സന്തതിയാണോ? ആ സന്തതിയിലൂടെയാണ് ആ സന്തതി എന്ന് പറയുമ്പം അത് ഇസ്ഹാക്കിനോട് പറഞ്ഞു, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അതും അപ്പോൾ അതാരാന്ന് വിചാരിച്ചു? ഇസ്ഹാക്കാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇസ്ഹാക്കിനോടും പറഞ്ഞു, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല. അപ്പോൾ അത് ഗലാത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, അത് അനേകരെ കുറിച്ചല്ല, അത് ഒരുവനെക്കുറിച്ച് അത്രേ. അത് ക്രിസ്തു തന്നെ. അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ആ സന്തതി അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും നിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് ഗലാത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് എൻ്റെ മഹത്വം അല്ല. എന്നിട്ട് പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും സംഭവിച്ചിട്ടില്ല. സംഭവിക്കുമ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് കൃത്യമായി അത് സംഭവിക്കും, അത്ര ഉറപ്പാണെന്നുള്ളതാണ്. അപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. പക്ഷേ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ സമയത്ത് സംഭവിച്ചിട്ടില്ല. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് പൂർണ്ണമായും. എന്നാൽ അതിന് നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് തന്നെ ഒരു തെളിവ് പരിശോധിക്കാനും നോക്കാനുമുള്ളത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 17 തൊട്ട് വായിക്കുമ്പോൾ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെക്കും. അവൻ ജാതികളുടെ ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രത്യാശ നൽകുന്ന ഇതേ അധ്യായത്തിനകത്തെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് അതിൻ്റെ
ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. ചെകിടന്മാരെ കേൾപ്പിൻ, കുരുടന്മാരെ നോക്കിക്കാൺമിൻ. എൻ്റെ ദാസനല്ലാതെ കുരുടനാർ? ഞാൻ അയക്കുന്ന ദൂതനെപ്പോലെ ചെകിടനാർ? എൻ്റെ പ്രിയനെപ്പോലെ കുരുടനും യഹോവയുടെ ദാസനെപ്പോലെ അന്ധനുമായവനുമാർ? പലതും കണ്ടിട്ട് നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല. യഹോവ തൻ്റെ നീതി നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹത്വീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതുകൊണ്ട് അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ദൈവത്തോട് ഓർപ്പിക്കുന്നത്. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവനാർ? ഇത് രണ്ടും സംഭവിച്ചല്ലോ. യാക്കോബിനെ, അതായത് യാക്കോബ് എന്ന് പറയുന്ന ഇസ്രായേൽ, അത് വടക്കേ രാജ്യമായ ഇസ്രായേലിനെയും തെക്കേ രാജ്യമായ യഹൂദയെയും പൂർണ്ണമായും ഇല്ലാതാക്കിയത് ആരാണ്? അത് ദൈവം തന്നെയാണ്. യഹോവ തന്നെയല്ലയോ? അവനോട് നാം പാപം ചെയ്തു പോയി, അവൻ്റെ വഴികൾ നടപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. അവൻ ന്യായപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല. അതുകൊണ്ട് അവൻ തൻ്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു. അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല, അതവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല. അപ്പം അങ്ങനെ മനസ്സിലാകാത്ത ഒരു ജനത്തെക്കുറിച്ച് വെളിവ് എന്ന് പറയുന്ന എന്താ സംഭവം? ഓരോ പ്രാവശ്യം ശിക്ഷ വരുമ്പോഴും ഈ വെളിവില്ലായ്മ, അല്ലെങ്കിൽ അത് തെളിവില്ലായ്മ, അതിൻ്റെ മൂലകാരണത്തെ പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്ത് വീണ്ടും അതിൽ തന്നെ സ്ഥിരമായി നിൽക്കുവാൻ അവർക്ക് മനസ്സില്ലാതെ അവർ നഷ്ടപ്പെടുത്തി കളയുന്ന അവരുടെ നന്മയെയും പിന്നെ തേജസ്സിനെയും ഒക്കെ ഓർത്താണ് ദൈവം ഇവരോട് പറയുന്നത്. അങ്ങനെയാണ് ഈ കാലത്ത് ഇതൊക്കെ സംഭവിക്കാനിരിക്കുന്നത്. ഈ ഞാൻ ഇന്നലെ പറഞ്ഞ വിശദീകരണത്തിലുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ് എത്രയോ നാൾ, അത് കഴിഞ്ഞിട്ട് എത്ര വർഷമാകുമെന്ന് നോക്കണം. എന്നാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് പിന്നെ യേശുക്രിസ്തുവിൻ്റെ വരവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെയും പ്രവാചകന്മാരുണ്ട്. ഇപ്പോൾ ഈ വിഷയം പറഞ്ഞത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു 100 വർഷം അത് കഴിഞ്ഞിട്ട് യഹൂദ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെയും പ്രവാചകന്മാർ സംസാരിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകൻ തുടർന്നും സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ 70 വർഷം കഴിഞ്ഞും മടങ്ങി വരുന്നുണ്ട്. വീണ്ടും പ്രവാചകന്മാരുടെ ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മലാഖി പ്രവചനത്തിന് ശേഷം പിന്നീടും 400 വർഷങ്ങൾക്ക് ശേഷമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. അപ്പോൾ അത് നൂറ്റാണ്ടുകളുടെ കാലദൈർഘ്യം ഈ യേശുക്രിസ്തുവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവചനത്തിന് നടക്കാനിരിക്കുന്നുണ്ട്. എന്നാൽ സമീപഭാവിയിൽ ഇവർക്ക് വരുന്ന നഷ്ടപ്പെടലിനെക്കുറിച്ച്, ഇല്ലായ്മയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ നശിച്ചു പോവുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ എപ്പോഴും ഇവരുടെ ഒരു പ്രൗഢി എന്ന് പറയുന്നത് യെരുശലേം ദേവാലയമാണ്. അതിലവർ വല്ലാതെ ഊറ്റം കൊള്ളുന്നുണ്ട്. യെരുശലേം ദേവാലയത്തെ സംബന്ധിച്ച് അതിൻ്റെ പണിയായാലും അതിൻ്റെ ആ ഒരു മഹത്വമായാലും ഒക്കെ അവരതിൽ ദുരഭിമാനം വരെ എന്ന് വേണമെങ്കിലും പറയാവുന്ന തരത്തിൽ ഉണ്ട്. പക്ഷേ അതനുസരിച്ച് അതിൻ്റെ നാഥനെ അവർ കാണുന്നില്ല. ആ ക്ഷേത്രത്തെ അവർ കാണുന്നുണ്ട്, പക്ഷേ നാഥനെ അവർ കാണുന്നില്ല. അവർക്ക് ക്ഷേത്രമാണ് പ്രധാനം, അല്ലെങ്കിൽ യെരുശലേം ദേവാലയം വളരെ പ്രധാനമാണ്. പക്ഷേ യെരുശലേം ദേവാലയത്തിൻ്റെ നാഥൻ പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുകയോ ഒന്നും ചെയ്യാൻ അവർക്ക് വലിയ താല്പര്യം, അതിൽ വലിയ പ്രൗഢി മറ്റുള്ളവരോട് അത് പറയുമ്പോഴും ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ദേവാലയത്തെ തന്നെ ദൈവം കല്ലിന്മേൽ കല്ല് 2 കല്ല് ചേർന്നിരുന്നിട്ടില്ല, അങ്ങനെ അതിനെ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നും യെരുശലേം യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. ആ യെരുശലേം എന്ന് പറയുന്ന ദേവാലയം ഇന്ന് ഇരിക്കുന്നത് മറ്റൊരു ദേശക്കാരുടെ കയ്യിലാണ് താനും. അപ്പോൾ ആ തരത്തിൽ ദൈവം അതിനെ ഇല്ലാതാക്കി. പക്ഷേ ഇനിയൊരു മടങ്ങിവരും യഥാസ്ഥാനപ്പെടുത്തലും ഉണ്ട്. അത് ദൈവത്തിൻ്റെ സമയത്ത് അത് ചെയ്യും. അതിനുള്ള അത്തരം സൂചനകളും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദൈവം ഇന്നലെ നമ്മൾ വായിച്ച പോലെ, ഞാൻ നിന്നെ തള്ളിക്കളയുകയിൽ എന്താണ് പറഞ്ഞത്? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറയുന്നത് അത് എന്നേക്കും ചെയ്യാനിരിക്കുന്ന കാര്യമാണ്. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സന്തതിയായ അബ്രഹാം, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ആയുള്ളവേ എന്നാണ് വായിക്കുന്നത്. അപ്പം അത് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഇനി വിളിച്ചു ചേർക്കേണ്ട കാലവും വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു ചേർത്തൊരു കാലത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, ഈവൻ കേരളത്തിൽ നിന്ന് പോലും ഇസ്രായേൽ ജനം തിരികെ അവരുടെ നാട്ടിലേക്ക് പോയവരുണ്ട്. അപ്പോൾ അത് നടന്നിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ഭൂമിയുടെ അറുതികളിൽ നിന്ന് കൂട്ടി വരുത്തുന്ന കാര്യത്തെ സംബന്ധിച്ച് ഈ ഒരു പ്രവചനത്തിൽ തന്നെ സമീപഭാവിയിൽ നടക്കാനുള്ളതും
വിദൂര ഭാവിയിൽ നടക്കാനുള്ളതും ഇന്നും നടന്നിട്ടില്ലാത്തതും ഇനിയും നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രവചനത്തിനകത്ത് നമുക്ക് വായിച്ചു പോകാൻ കഴിയും. അത്തരത്തിൽ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചല്ല, നമ്മുടെ അറിവനുസരിച്ചല്ല, അതിലുപരിയായ ചിലതൊക്കെ നമുക്ക് മനസ്സിലായില്ലെന്ന് വരും. പക്ഷേ ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഒരിക്കലും മനുഷ്യനല്ല. ദൈവം ഒരിക്കലും സ്വർണമല്ല. ദൈവം ഒരിക്കലും തടിയല്ല. ദൈവം ഒരിക്കലും മരമല്ല. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഒരു ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ പ്രധാന കടമ. ആ ദൈവത്തെ കാണേണ്ടതുപോലെ കാണുക എന്നുള്ളതാണ്. ദൈവത്തെ നമുക്കറിയാവുന്ന വേറെ ഒന്നുമായിട്ടും താരതമ്യപ്പെടുത്താനൊക്കത്തില്ല. പക്ഷേ ഇന്ന് ഈ ബൈബിൾ കൊണ്ട് നടക്കുന്ന ഒരു ബഹുഭൂരിപക്ഷവും ദൈവത്തെ കാണേണ്ട പോലെ അല്ല കാണുന്നത്. തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ചാണ് ദൈവത്തെ കാണുവാൻ വേണ്ടി അവർ തങ്ങളുടെ മനസ്സ് ചായ്ക്കുന്നതെന്നുള്ളതാണ്. ഇതാണ് ദൈവത്തിന് ഏറ്റവും വ്യസനകരമായ കാര്യം. തന്നെ അവർ കാണേണ്ടതുപോലെ കാണുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ നമ്മളെപ്പോഴും പറയുന്നുണ്ട്. അത് ഭൂമി മുഴുവൻ ദൈവത്തെ അറിയുന്ന കാര്യത്തെ സംബന്ധിച്ച്, ആ കാലത്തെ സംബന്ധിച്ചുള്ള കാഴ്ച വെച്ചിട്ടാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം എപ്പോഴും മനുഷ്യനിലാണ് മഹത്വപ്പെടുന്നതെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവം മനുഷ്യനിൽ മഹത്വപ്പെടണമെന്ന് ആകണമെങ്കിൽ സകല മനുഷ്യരും ഈ ദൈവത്തെ അറിയുകയും സകല മനുഷ്യരും ഈ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ മാത്രമേ ദൈവനാമം പരിപൂർണമായി മഹത്വപ്പെടുകയുള്ളൂ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പറയുമ്പോൾ സകല മനുഷ്യരും ദൈവത്തെ അറിയുന്ന ഒരു കാലത്തെ മുന്നിൽ വെച്ചിട്ടാണ് അത് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുന്നവർക്ക് അത് അറിയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കാഴ്ച, ഞാനത് പറയുന്നത് ആ കാഴ്ച വെച്ചിട്ടാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകുന്നത് മനുഷ്യരിലൂടെയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത്, വേറെ ഒന്നിലൂടെയുമല്ല. അത് ആ റിലേഷൻഷിപ്പിലാണ് ദൈവം അതിനെ കാണുന്നത്. ദൈവം മഹത്വപ്പെടുന്നത് ഇപ്പം ചന്ദ്രനെ നോക്കിയാലും സൂര്യനെ നോക്കിയാലും ഒക്കെ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാം. പക്ഷേ ഈ പരിപൂർണമായ മഹത്വം എന്ന് പറയുന്നത് ദൈവം എപ്പോഴും മനുഷ്യനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ബാക്കി ജീവജാലങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നതാണ് ഒഴിവാക്കാമായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തു? അപ്പോൾ മനുഷ്യനുമായിട്ടാണ് ദൈവത്തിൻ്റെ റിലേഷൻഷിപ്പ്. മനുഷ്യനിലാണ് ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മനുഷ്യനെയാണ് ദൈവം ഏറ്റവും പ്രധാനമായി കാണുന്നത്. തൻ്റെ സാദൃശ്യത്തിലും ഒക്കെ സൃഷ്ടിച്ച മനുഷ്യനാണ് ദൈവം ഏറ്റവും പ്രധാനമായി കാണുന്നത്. ആ മനുഷ്യൻ തന്നെ അറിയണമെന്നുള്ളതാണ്. ആ മനുഷ്യൻ ആരെങ്കിലും തന്നെ അറിഞ്ഞാൽ മതിയോ? സകല മനുഷ്യൻ തന്നെ അറിയണം. ആ ഒരു കാലം വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പൂർണ്ണമായ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുന്നത്. അത് മനസ്സിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ അതാണ് പറയുന്നത് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴും ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ വായിക്കുന്ന ഭാഗങ്ങളൊക്കെയും വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ വലിപ്പം, ദൈവം ആരെന്നുള്ളത് കൂടുതൽ തെളിഞ്ഞു വരുന്ന വാക്യങ്ങളും പ്രവചനങ്ങളും, അത് ഇന്ന് നമ്മൾ യെശയ്യാ പ്രവാചകൻ വായിക്കുന്നെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങൾ നടന്നതിന് ശേഷമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഭാഗ്യവാന്മാരാണ്. അല്ലെങ്കിൽ ഈ പ്രവചനങ്ങളൊക്കെ വെറും പ്രവചനങ്ങളായി, അന്ന് ഇത് പ്രവചനങ്ങളായി വായിച്ച ആ കാലത്ത് അതിന് ശേഷമൊക്കെ വായിച്ചവർക്കൊക്കെ ഇത് വെറും പ്രവചനങ്ങളാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇത് നിവൃത്തിയായ പ്രവചനങ്ങളാണ്, നിവൃത്തിയായ സംഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബൈബിളിനെ കൂടുതലായി വിശ്വസിക്കാം. അന്നുണ്ടായിരുന്നവരെക്കാൾ കൂടുതൽ ബൈബിളിനെ കൂടുതലായി വിശ്വസിക്കാൻ പറ്റുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മളിനി ഒഴിവൊഴിവ് പറഞ്ഞ് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇന്നത്തെ തലമുറ ഇത് കൃത്യമായി കാണാൻ ഭാഗ്യം ശ്രദ്ധിച്ചവരാണ്. അവർ ഇനിയും ദൈവത്തെ അറിയാതെയും ദൈവത്തെ തള്ളിക്കളഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ കുറ്റം അവരുടെ മേൽ തന്നെ ആയിരിക്കും. മൂന്നാമത്തെ വായനാഭാഗം യോഹന്നാൻ എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനത്തിൻ്റെ അവസാനത്തേതും 5-ാമത്തേതുമായ അധ്യായം. അതിൻ്റെ ആദ്യത്തെ ഒരു വാക്യം: യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പം ഞാൻ യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കുന്നത്? യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ? അഭിഷിക്തൻ, മശിഹ, അഭിഷിക്തൻ എന്ന് വിശ്വസിക്കാം. അപ്പം അഭിഷിക്തനാണ് യേശുവെങ്കിൽ അഭിഷേകം ചെയ്ത ഒരുവനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പം യേശു അഭിഷിക്തനാണ്, അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ദൈവം ഒരിക്കലും അഭിഷേകം ചെയ്യപ്പെട്ടവനല്ല, ദൈവം അഭിഷേകം ചെയ്യുന്നവനാണ്. അപ്പോൾ ദൈവം യേശുക്രിസ്തുവിനെ അഭിഷേകം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു. അല്ലാതെ അഭിഷേകം ചെയ്തവനെ
ദൈവമെന്നും അഭിഷേകം ചെയ്യപ്പെട്ടവൻ ക്രിസ്തു എന്നും വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. കേൾക്കുന്ന ആൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പം ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെങ്കിൽ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്യാൻ ഒരുവനുണ്ടെന്നും അഭിഷേകം ചെയ്യപ്പെടാൻ ഒരുവനായ യേശു ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കണമെന്നാണ്. അങ്ങനെ ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നത്, ജനിപ്പിച്ചവൻ ദൈവമാണല്ലോ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അപ്പോൾ അവനിൽ ജനിച്ച ആരാ? യേശു ക്രിസ്തു അവനിൽ ജനിച്ച ഒരുവനാണ്. അതുപോലെ അവൻ മാത്രമല്ലല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എല്ലാം ദൈവത്തിൽ ജനിച്ചു. അപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെയും ദൈവത്തിൽ ജനിച്ചിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടവരായ എല്ലാവരെയും, ക്രിസ്തു ഉൾപ്പെടെ എല്ലാവരെയും സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഗ്രഹിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നുകൂടെയോ രണ്ടാമതോ മൂന്നാമതോ പ്രാവശ്യമോ ഒന്നുകൂടെ ഇത് പുറകോട്ട് നോക്കി ഒന്ന് കേൾക്കണം. കേട്ടത് ഹൃദയസ്ഥമാക്കണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞത്. അപ്പം അത് ചിലപ്പോൾ എൻ്റെ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കണം. അപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കണം. ഞാൻ പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒറ്റ പ്രാവശ്യത്തെ കേൾവി കൊണ്ട് ചിലപ്പോൾ അയ്യോ അതെന്താണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കുക. അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കേട്ട് നോക്കുക. അതാണ് അവിടെ സംബന്ധിച്ച് പറയുന്നത്. അത് കൃത്യമായി അതാണ് പറഞ്ഞതെന്നുള്ളത് രണ്ടാമത്തെ വാക്യത്തിൽ നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. ദൈവം അവിടെ പറഞ്ഞൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ അത് അടുത്തൊരു വാക്യം കൊണ്ട് ദൈവം കുറച്ചുകൂടെ അത് ക്ലാരിറ്റി തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ വാക്യം കൊണ്ട് നാം ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നുവെന്ന് അതിനാൽ അറിയാം. അപ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ്. അപ്പോൾ പുറത്തൊരാൾക്ക് നമ്മളെ കാണുമ്പോൾ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും കൽപ്പനകളെ അവൻ അനുസരിക്കുന്നത് കൊണ്ട് അവൻ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും സ്നേഹിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവൻ ദൈവമക്കളെ സ്നേഹിക്കും. ദൈവമക്കളെ സ്നേഹിക്കുന്നതാണ് അതിൻ്റെ ഒരു വലിയ പ്രവൃത്തി. പല പ്രവൃത്തികളിൽ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് ദൈവമക്കളെ സ്നേഹിക്കുന്നത്. അപ്പോൾ അതാണ് അതിനകത്ത് പറയുന്നത്. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നുണ്ട്, അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? യേശുക്രിസ്തു ദൈവപുത്രൻ എന്നാണ്, യേശുക്രിസ്തു ദൈവമെന്നല്ല. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? യേശുക്രിസ്തു ദൈവം എന്ന് വിശ്വസിക്കുന്നു, ലോകത്തെ ജയിക്കുകയില്ല എന്നാണ്. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. ദൈവം ജലത്താലും രക്തത്താലും വന്നവനല്ല, അവൻ അനാദികാലം മുതലേ ഉള്ളവനാണ്. അവന് ജലവും വേണ്ട, രക്തവും വേണ്ട, ഒന്നും വേണ്ട. അത് രക്തവും അവിടെ ഇല്ല. ദൈവത്തിലെവിടെയാണ് രക്തം? എന്നാൽ ജഡത്തിലാണ് രക്തം, മനുഷ്യനിലാണ് രക്തം. ആ ജലത്താലും രക്തത്താലും വന്നവൻ യേശുക്രിസ്തു ആകുന്നു. യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. അത് ആത്മാവ് സാക്ഷ്യം പറയുന്നുണ്ട്. ആത്മാവ് സത്യമാണ് പറയുന്നത്. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്: ആത്മാവ്, ജലം, രക്തം. ഇത് മൂന്നിൻ്റെ സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യമോ അവൻ തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷീകരിക്കുന്നതിന്. എന്താണ് അവൻ്റെ പുത്രനെക്കുറിച്ച് 2 സ്ഥലത്ത് സാക്ഷീകരിക്കുന്നതാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ വിശ്വസിപ്പീൻ എന്നൊക്കെയും പറയുന്ന കേട്ടവരുണ്ട്. ആ കേട്ടവർ, സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം കേട്ടവർ പലരുണ്ട്. ആ പലരാണ്. അത് അവിടെ തന്നെ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. ദൈവമാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്നുള്ളത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മൾ കൈക്കൊള്ളണം. അപ്പോൾ പുത്രൻ എന്നാണ് പറയുന്നത്. ഇവനാണ് ദൈവമെന്നല്ല. ഇവൻ എൻ്റെ പുത്രൻ. പുത്രൻ ഒരിക്കലും പിതാവല്ല, പിതാവ് ഒരിക്കലും പുത്രനുമല്ല. പുത്രനും പിതാവും തുല്യവുമല്ല, ഈക്വലുമല്ല. പുത്രൻ ജനിച്ചതും പിതാവ് ജനിക്കുന്നതും ഒരേ സമയത്തല്ല. പുത്രൻ്റെയും പിതാവിൻ്റെയും പ്രായമൊന്നല്ല. പുത്രൻ പിതാവിന് തുല്യനുമല്ല, പുത്രൻ പിതാവിന് മേളിലുമല്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്വന്തമായി ഒന്നുമില്ല, ദൈവം പറയുന്നത് ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. എൻ്റെ വചനം എൻ്റേതല്ല, എന്നെ അയച്ച ദൈവത്തിൻ്റെതാണെന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും പിന്നെയും നമ്മൾ ബൈബിളിലില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം നമുക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഇഷ്ടത്തിനുമാണ് നമ്മൾ
കാര്യങ്ങളെ തീരുമാനിക്കുന്നത്, ചിന്തിക്കുന്നത്, വിശ്വസിക്കുന്നത്. അല്ല, ബൈബിളിലേക്ക് നോക്കിയാൽ മാത്രമേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുള്ളൂ എന്ന് ബൈബിൾ നമ്മളോട് സംസാരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ, ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കുകയാൽ അവനെ അസത്യവാദിയാക്കുന്നു. അപ്പോൾ ദൈവം പറഞ്ഞ എന്താണ്? ഇവൻ എൻ്റെ പുത്രൻ എന്നാണ്. അപ്പം ദൈവം അങ്ങനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ദൈവം അങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അപ്പം മനുഷ്യൻ പറയുകയാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി പറയുകയാണ്, ബൈബിൾ കൊണ്ടു കിടക്കുന്നവൻ പറയുകയാണ്, വിശ്വാസി പറയുകയാണ്, എന്താണ് പറയുക? അങ്ങനല്ലല്ല, അവൻ പുത്രനൊന്നുമല്ല, അവൻ ദൈവം തന്നെ, ദൈവം തന്നെ എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ദൈവത്തെ കള്ളനാക്കുകയാണ്. ദൈവം എന്താ പറഞ്ഞത്? ഇവൻ എൻ്റെ പുത്രൻ എന്നാണ്. അത് കള്ളം, നീ പറഞ്ഞത് കള്ളം. ആര് പറഞ്ഞത് കള്ളം? ദൈവം പറഞ്ഞത് കള്ളം എന്നാണ് ഈ ആൾക്കാർ പറയുന്നത്. ദൈവത്തെ അസത്യവാദം. അപ്പോൾ അത്രയും വലിയ കുറ്റമൊക്കെ നമ്മൾ വഹിക്കണോ? അത്രയും വലിയ തെറ്റ് നമ്മൾ കൊണ്ടു നടക്കണോ? അത്രയും വലിയ തെറ്റും അത്രയും വലിയ കുറ്റവും നമ്മൾ കൊണ്ടു നടന്നാൽ അതിന് വലിയ ശിക്ഷ നമുക്ക് ലഭിക്കില്ലേ? ഇതൊക്കെ ചിന്തിച്ചൊരു ഭയം നമുക്ക് വേണ്ടേ? അപ്പോൾ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള ആശ്വാസം. തുടർന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് നോക്കാം. ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. എന്താണ് ഇത്? ദൈവം, ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു എന്നുള്ളതാണ്. തന്നോ? നിത്യജീവൻ തന്നോ? നിത്യജീവൻ ലഭിച്ചു എന്ന് പറയുന്നില്ല, തന്നിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ജോലി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം ലഭിച്ചിട്ടില്ല, പക്ഷേ തന്നിട്ടുണ്ട്. ലഭിച്ചത് ആർക്കാ? യേശുക്രിസ്തുവിന് മാത്രമേ അത് ലഭിച്ചിട്ടുള്ളൂ. യേശുക്രിസ്തു ദൈവമാണെങ്കിൽ പിന്നെ നിത്യജീവൻ ലഭിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവമായിട്ടുള്ളൊരുവിന് ഓൾറെഡി ഉള്ളതല്ലേ നിത്യജീവൻ. ദൈവത്തിന് മരണമുണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിന് നിത്യജീവൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനായതുകൊണ്ടാണ് നിത്യജീവൻ ലഭിച്ചത്. മനുഷ്യന് മാത്രമേ നിത്യജീവൻ ലഭിക്കുകയുള്ളൂ, വേറെ മൃഗത്തിന് ലഭിക്കില്ല. ദൈവത്തിന് നിത്യജീവൻ ലഭിക്കേണ്ട ആവശ്യമില്ല, അത് ദൈവത്തിന് ഓൾറെഡി ഉണ്ട്. യേശുക്രിസ്തു നിത്യജീവൻ ലഭിച്ചതുകൊണ്ടാണ്. യേശുക്രിസ്തു മരിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്? മരിച്ചതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്. ദൈവത്തിന് ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യം പോലുമില്ല, കാരണം ദൈവം മരിക്കുന്നില്ല. ഇതൊക്കെ ബൈബിളിൻ്റെ ഏറ്റവും ലോവസ്റ്റായിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങളും അറിയിപ്പുകളുമാണ്. ഏറ്റവും താഴെയുള്ള, ഏറ്റവും ബേസിക്കായിട്ടുള്ള അറിവുകളാണ്. ഇതിനെയാണ് നമ്മൾ കോട്ടി വേറെ രീതിയിലൊക്കെ കൊണ്ടുപോയി ശിക്ഷാപാത്രങ്ങളാകുന്നത്. ശിക്ഷാപാത്രങ്ങളാകാതിരിക്കാനാണ് ഞാനിത് ഇപ്പോഴും പറയുന്നത്. അത് ദൈവം പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കണം, ബൈബിള് പോലെ നമ്മൾ വിശ്വസിക്കണം, തെറ്റായി വിശ്വസിക്കരുത്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 13-ാമത്തെ വാക്യം, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പം നിങ്ങൾ നിത്യജീവന് ലഭിക്കണമെങ്കിൽ ഈ ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിനെ പുത്രനായിട്ട് തന്നെ കാരണം ഇതൊക്കെ എഴുതപ്പെടേണ്ട ഒരു കാലം, അതിന് തെറ്റായ ചില സൂചനകൾ ദേശത്ത് വന്നതുകൊണ്ടായിരിക്കും യോഹന്നാൻ ഇതെഴുതുന്നത്. അത് 300 വർഷം കഴിഞ്ഞ് ഒരു അധികാര കേന്ദ്രം അത് അങ്ങനെയാക്കുമ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അതിൻ്റെ സൂചനകൾ, അതായത് യേശുവിനെ തല്ലുകയും കൊല്ലുകയും നിന്ദിക്കുകയും അപ്പനില്ലാത്തവനെന്ന് വിളിക്കുകയൊക്കെ ചെയ്ത ജനം ആ കാലഘട്ടത്തിൽ തന്നെ യേശുവിനെ വേറൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പുരുഷനാക്കി അതിൽ നിന്നൊക്കെയും വചനത്തിൽ സത്യത്തിലുള്ളതിനെ വിരുദ്ധമായി വേറെ ഒരു തലത്തിലേക്ക്, ദൈവമെന്ന ഉയർന്ന തലത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അന്ന് തന്നെ പത്രോസിനും യോഹന്നാനും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും, അതിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർക്കിത് എഴുതേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇവർ എഴുതിയത്. മാത്രവുമല്ല, ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യമാണെന്ന് ദൈവത്തിനും അറിയാം. അപ്പം ദൈവവും അതിനെ സംബന്ധിച്ച് സൂചനകൾ തരുന്നതാണ്, അല്ലെങ്കിൽ ദൈവം അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഉപദേശങ്ങൾ തരികയാണ് ഈ പുസ്തകങ്ങളിലൂടെ, അല്ലെങ്കിൽ ഈ അധ്യായങ്ങളിലൂടെ, ഈ ലേഖനങ്ങളിലൂടെ. അത് നമുക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണ്ടേ? നമ്മൾ തെറ്റായി പഴിതെറ്റി പോകാതിരിക്കാൻ, നമ്മൾ യഥാർത്ഥ സത്യം അറിയാതെ അസത്യത്തെയും കളവിനെയും മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് ജീവിച്ച് ഒരു ഗുണവുമില്ലാതെ പാഴാക്കി കളയുന്ന ജീവിതമായി പോകാതെ നമ്മുടെ ജീവിതമെല്ലാം നിത്യജീവൻ, ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, നിത്യജീവൻ നമുക്ക് ലഭിക്കണമെന്ന് ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നാണ്. അപ്പം യേശുക്രിസ്തു അഭിഷിക്തനാണെന്നും യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നും യേശുക്രിസ്തു പുത്രനാണെങ്കിൽ ഒരു പിതാവുണ്ടെന്നും യേശുക്രിസ്തു അഭിഷിക്തനാണെങ്കിൽ ഒരു അഭിഷേകം ചെയ്യുന്നവന് ഒരുവനുണ്ടെന്നും മനസ്സിലാക്കുന്ന
സത്യത്തെ അറിഞ്ഞ് വിശ്വസിച്ചാൽ മാത്രമേ നിത്യജീവൻ ഉണ്ട് എന്ന് കൃത്യമായി പറയുന്നതാണ് ഇവിടെ. അപ്പം അത് ഞാൻ അവിടെ തന്നെ നിർത്തുകയാണ്. കാരണം കൂടുതൽ പറഞ്ഞ് ഇതിൻ്റെ ഗൗരവം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്യം: സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ആ ഒരു അധീനതയിൽ കിടക്കുന്ന ലോകത്താണ്, അതിൽ നിന്നുള്ള ഉപദേശങ്ങളാണ് നമുക്കിന്ന് ലോകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ഈ വിവേകം നമ്മളിൽ ഉണ്ടാകണം. സത്യദൈവത്തെ അറിയുവാൻ വിവേകം. സത്യദൈവം യേശുക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ നമ്മളാരെങ്കിലും ദൈവത്തെ അറിയുമോ? ഇന്ന് ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ യേശുക്രിസ്തു ഇല്ല എങ്കിൽ അത് ഇസ്രായേലിൻ്റെ ദൈവം എന്നും പറഞ്ഞ് തന്നെ നമ്മളതിനെ തള്ളിയേനെ. നമുക്ക് വേറെ ഈ ഭൂമി, ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും നമുക്കുണ്ടാകുന്ന ദൈവം ഏതായിരിക്കും? ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഒക്കെ പോകുന്ന കല്ലോ മണ്ണോ വെള്ളിയോ സ്വർണമോ തടിയോ ഏതെങ്കിലും വിഗ്രഹങ്ങളായിരിക്കും നമ്മുടെ ദൈവം. നമ്മൾ ഈ ദൈവത്തെ അറിയാൻ കാരണക്കാരനായത് യേശുക്രിസ്തുവാണ്. ആ വിവേകം നമുക്ക് തന്നത് യേശുക്രിസ്തുവാണ്. ആ സത്യദൈവത്തെ അറിയാൻ വിവേകം തന്നത് യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവാണ് ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നത്. നമ്മളായിരിക്കണം, മലയാളികളായിരിക്കണം. നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയില്ല. അപ്പം അതുകൊണ്ട് ദൈവത്തെ കാണിച്ചു തന്നവനാണ് യേശുക്രിസ്തു എന്ന് പറയുമ്പം യേശുക്രിസ്തു ദൈവമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് പോയാൽ യേശുക്രിസ്തുവിന് ഉള്ള മഹത്വമൊക്കെ നമ്മൾ കൊടുക്കണം. ഇല്ലാത്ത മഹത്വം കൊടുത്താൽ, ഇന്ന് നമ്മൾ യെശയ്യാ പ്രവചൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന പോലെ, ഞാൻ എൻ്റെ മഹത്വം ഒരുവനും വിട്ടുകൊടുക്കുകയില്ല എന്നാണ്. അത് ദൈവം തന്നെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ഒരുവനും വിട്ടുകൊടുക്കുകയില്ല, ഒന്നിനും വിട്ടുകൊടുക്കുകയില്ല. ആ മഹത്വം ദൈവത്തിന് മാത്രമുള്ളതാണ്. ഇപ്പോൾ ദൈവത്തിന് മനസ്സ് വെച്ച് പോലും ദൈവത്തിന് കൊടുക്കാം, പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയ പോലെ മറ്റൊരുവനെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അതും സത്യമായ കാര്യമാണ്. എന്തുകൊണ്ടാണ്? അത്തരം യോഗ്യമായ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തൻ്റെ ഇഷ്ടങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തു, തനിക്ക് ഇത്രയും മാനം മേടിച്ചു തന്ന, തന്നെ ഏറ്റവും കൂടുതൽ ജനത്തെ അറിയുമാറാക്കിയത്. യേശുക്രിസ്തു ഇല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവത്തെ നമ്മളാരെങ്കിലും അറിയുമോ? അപ്പം എന്നെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധപ്പെടുത്തിയ, എന്നെ ഏറ്റവും കൂടുതൽ ജനത്തെ, ലോകത്തിലെ മനുഷ്യരെ അറിയുമാറാക്കിയ ഒരുവനാണ് യേശുക്രിസ്തു. അത് ആണ് ഇവിടെ നമ്മൾ, അതിനുള്ള വിവേകം നമുക്ക് ലഭിച്ചു. ആ വിവേകം നമുക്കുണ്ടോ? ആ വിവേകം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ആ വിവേകപ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ഇന്ന് പരിശോധിക്കുക നമ്മൾ ഓരോരുത്തരും. നന്ദി. 3 വായനാഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. വളരെ നല്ല ഒരു ദിവസം ദൈവം നമുക്ക് തന്ന് സഹായിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ നമുക്ക് തുടർന്നുള്ള കാലം കഴിയാം. നാളെ പുതിയ വായനാഭാഗങ്ങൾ വേണ്ടി വീണ്ടും കാണാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു.